എൻ്റെ കരിയറിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമുണ്ട്. വേണമെങ്കിൽ ഒരു അറബിയുടെ കഥ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മദീന സ്വദേശിയായിരുന്നു. മദീന സ്വദേശിയിൽ 68 വയസ്സുള്ള ഒരു ബാബ. അദ്ദേഹം ഓൾറെഡി ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ചെന്ന് 2 ആഴ്ച ചികിത്സയൊക്കെ എടുത്ത് വളരെ നിരാശനായിട്ടാണ് എൻ്റെ അടുത്ത് എത്തിയത്. ഞാൻ അദ്ദേഹത്തിൻ്റെ കേസ് ഷീറ്റ് ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഹാർട്ടിലൊരു പ്ലേസ് മേക്കർ ഉണ്ട്, ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുണ്ട്, BP ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഡയബറ്റിക് ആണ്, ഒരു അപ്പൻഡിസൈറ്റ്സിൻ്റെ ഹിസ്റ്ററി ഉണ്ട്, ഹെർണിയുടെ ഒരു ഹിസ്റ്ററി ഉണ്ട്, വളരെ ക്ഷീണിതനാണ്, പ്രായമുണ്ട്. അദ്ദേഹത്തെ വിഷമിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ മറ്റുള്ള അലോപ്പതി ഹോസ്പിറ്റലുകളൊന്നും അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് എടുക്കുന്നില്ല. അത് അദ്ദേഹത്തെ വളരെയധികം വളരെ നിരാശനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കൺസൾട്ട് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കാറിൽ പോയിട്ട് പുറത്തു നിന്ന് നോക്കി കാറിൽ നിന്നാണ് അദ്ദേഹത്തെ ഞാൻ ചികിത്സിച്ചത്. അപ്പോൾ അദ്ദേഹം എന്നോട് വിഷ് ചെയ്തു, അഭിവാദ്യം ചെയ്തു. എന്നിട്ട് എന്നോട് ഞാൻ എൻ്റെ ഒരു മകനെ പോലെയാണ് കാണുന്നത്, എന്തെങ്കിലും ഇത് ചെയ്തു തരാൻ പറ്റുമോ ചോദിച്ചപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടൊരു ഡോക്ടർ എന്ന രീതിയിലൊരു വിഷമം വന്നു. ഞാൻ അദ്ദേഹത്തെ കേസ് ഷീറ്റ് വിശദമായി പഠിച്ചു. ഞാൻ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള ഒരു അറബിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ടീം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. ഒരു സിറിയൻ ഫാർമസിസ്റ്റ് ഉണ്ട്, ഒരു രാജസ്ഥാനി പയ്യനുണ്ട് അദ്ദേഹത്തെ നോക്കാൻ, ഒരു അറബി ട്രാൻസ്ലേറ്റർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ. ഒരു ടീമായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ ഒരു നിരാശയുള്ളതുകൊണ്ട് ഈ സിറിയൻ ഫാർമസിസ്റ്റിന് ഒരു ഉച്ചഭാവം ഉണ്ടായിരുന്നു. ഒരു ആയുർവേദ ചികിത്സയോടും ഇദ്ദേഹത്തിന് ഇതൊക്കെ ശരിയാക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു നിരാശ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതെനിക്ക് മനസ്സിലായി. ഞാൻ എന്തായാലും അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തെ ചികിത്സിക്കാൻ തുടങ്ങി. ഷുഗർ വന്ന് അദ്ദേഹത്തിൻ്റെ ഇടത്തെ കാലൊരു മുറിവുണ്ടായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിയിരുന്നത്. ഞാൻ ആദ്യ ഒരാഴ്ച ഈ മുറിവിലായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത്. ഇങ്ങനെ എൻ്റെ പ്രത്യേക ചികിത്സയിലൂടെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഷുഗർ കംപ്ലീറ്റ് ഞാൻ നിയന്ത്രണ വിധേയമാക്കി. മുറിവ് ഞാൻ ഉണക്കി. ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു 140 കിലോ വെയിറ്റ് അദ്ദേഹം ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തെ വളരെയധികം അലട്ടിയിരുന്നു. പിന്നെ അടുത്ത ആഴ്ച ഞാൻ ഈ വെയിറ്റ് എങ്ങനെ കുറയ്ക്കാമെന്നുള്ളൊരു ചികിത്സയിലായിരുന്നു. ദൈവം സഹായിച്ച് 2 ആഴ്ച കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു 12 കിലോ കുറച്ചു. അദ്ദേഹം വളരെ ഹാപ്പിയായി. കാരണം അദ്ദേഹത്തിൻ്റെ ടീം വളരെ ഹാപ്പിയായി. പ്രത്യേകിച്ച് ഈ സിറിയൻ ഫാർമസിസ്റ്റൊക്കെ ഭയങ്കര വിശ്വാസമായി. ഞാൻ പറയുന്നത് കേൾക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ സ്കിന്നിൻ്റെ ഒരു അലർജി കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ ഇതിൻ്റെ കൂടെ മാറ്റിയെടുത്തു. ഏകദേശം ഒരു 14-12 കിലോളം അദ്ദേഹം വെയിറ്റ് കുറച്ചു. അദ്ദേഹത്തിൻ്റെ മുറിവ് ഉണങ്ങി. ഭയങ്കര ഹാപ്പി ആയിട്ട് അദ്ദേഹത്തിൻ്റെ മദീനയിലോട്ട് എന്നെ ക്ഷണിച്ചു. അവിടെ ഒരു ഹോസ്പിറ്റൽ കെട്ടിത്തരാമെന്നും അങ്ങോട്ട് വരാൻ പറഞ്ഞു. പക്ഷേ എനിക്കിവിടെ പേഷ്യൻസൊക്കെ ഉള്ളത് കാരണം ഞാൻ അദ്ദേഹത്തെ എയർപോർട്ടിലോട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. അദ്ദേഹത്തെ യാത്രയാക്കാൻ നേരത്തെ അദ്ദേഹം വീണ്ടും എന്നോട് പറഞ്ഞു 10,000 സൗദി റിയാൽ അദ്ദേഹം എൻ്റെ കയ്യിൽ തന്നു. വളരെ സന്തോഷമായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വാച്ച് ഉണ്ട്. ആ വാച്ച് ഇപ്പോൾ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. റാഡോ വാച്ച് എനിക്ക് ഊരി തന്നു. അതെനിക്കൊരു മറക്കാൻ പറ്റാത്തൊരു ഡോക്ടർ എന്ന രീതിയിൽ അദ്ദേഹം തന്ന പാരിതോഷികത്തെക്കാൾ എന്നെ സന്തോഷിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു വെയിറ്റ് കുറച്ചു കൊടുക്കാൻ പറ്റി. അതിനേക്കാൾ ഉപരി അദ്ദേഹത്തെ ഏറ്റവും ഇരട്ടിയിരുന്ന ആ ഷുഗറിൻ്റെ മുറിവിന് എനിക്കൊരു പരിഹാരം കാണാൻ പറ്റി എന്നാണ്. എൻ്റെ ക്ലിനിക്കിൽ ഒരുപാട് പേഷ്യൻസ് ഇതുപോലെ ഒരുപാട് കഥകളുമായി ഒരുപാട് പ്രയാസങ്ങളുമായിട്ട് വരാറുണ്ട്. സത്യം പറഞ്ഞാൽ അവിടെ പ്രയാസങ്ങളും കഥകളെല്ലാം എനിക്ക് എൻ്റെ പ്രയാസം എൻ്റെ കഥകളായിട്ട് മാറും. ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് സംതൃപ്തി കിട്ടുന്നത് അവരുടെ ഈ ചികിത്സ പൂർണ്ണമാകുമ്പോഴാണ്.